പ്രിയദർശൻ ക്യൂ സ്റ്റുഡിയോയിൽ പറഞ്ഞ പോലെ 2 വർഷത്തിനടുക്ക് കണ്ട ഏറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞ പോലെ അത് തെറ്റു പറയാൻ പറ്റില്ല. പ്രിയദർശനാണ് പറഞ്ഞത്. അത് തിയേറ്ററിൽ പോയി കണ്ട് നമ്മളത് അത് ഫീൽ ചെയ്യാൻ നേരത്ത് നമുക്കത് മനസ്സിലാവും. നമ്മളും ഇനി ഈ ഒരു വർഷം ഇതുപോലൊരു സിനിമ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലായിപ്പോവും. കാരണം ഇതിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, ഈ ഒരു സിനിമയ്ക്ക് ഒരു ക്ലാസ് ഉണ്ട്. നമ്മൾ മഞ്ഞുമൽ ബോയ്സും ജാനമനൊക്കെ ചിദംബരത്തിനെ കണ്ടിട്ടുണ്ട്. അതിൽ മഞ്ഞുമൽ ബോയ്സിൽ നമ്മൾ എങ്ങനെയാണ് ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ബൂസ്റ്റപ്പ് ആകുന്നത്, അതേ ഫീൽ തന്നെ ഈ ഒരു സിനിമയിൽ നമുക്ക് കിട്ടും. ആദ്യ പകുതിയിൽ നമ്മളെ ചിരിപ്പിക്കുക, നമ്മളെ ചിന്തിപ്പിക്കുക. രണ്ടാമത്തെ പകുതിയിൽ നമ്മളെ കരയിപ്പിക്കുക. നമ്മുടെ അമ്മ എവിടെയെങ്കിലും മിസ്സാവുന്ന ഒരു ഫീലിലേക്ക് നമ്മൾ ഈ ഒരു സിനിമ കൊണ്ടുവന്ന് എത്തിക്കും. നമ്മൾ ഒരുപാട് ചിന്തിക്കും. ചില ജീവിതങ്ങൾ, ചില കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലൂടെ ഒരുപാട് തവണ ഇങ്ങനെ കടന്നു പോകും ഈ ഒരു സിനിമ കാണാൻ നേരത്ത്. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതിൽ കാസ്റ്റിംഗ് ഡയറക്ടർക്ക് പ്രിയദർശൻ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്. അത് 100% ഗണപതി ചിദംബരത്തിൻ്റെ അനിയനാണ് ഇതിലെ കാസ്റ്റിംഗ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അത് എത്ര കൈയോട് കൊടുത്താലും മതിയാവില്ല. കാരണം ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആണ്. ഒരു സിനിമയുടെ മാജിക്ക് നടക്കാൻ നേരത്ത് അതിൻ്റെ പെർഫോമൻസ്, പ്രകടനം അതിലേറെ മെച്ചപ്പെടണം. സ്ക്രീൻ പ്ലേയുടെ സ്ക്രിപ്റ്റിൻ്റെ ഒപ്പം അതിൽ ഈ ഒരു കാസ്റ്റിങ്ങിൻ്റെ പ്രാധാന്യം അത് എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു സിനിമ നമ്മളെ ബോധ്യപ്പെടുത്തും. കാരണം അടിപൊളി ഫർസാന പാലത്തിങ്കൽ എന്ന് പറഞ്ഞ ലീഡ് റോള്, ആ മോഡലായിട്ടുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിൻ്റെ അഭിനയം ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. ആ പെണ്ണ് ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്ന് പറയില്ല. നമ്മുടെ രാധിക ആപ്തേനെ പോലെ, ഹിന്ദി നടി രാധിക ആപ്തേനെ പോലെ, അല്ലെങ്കിൽ ഒരു മലയാളത്തിലൊരു പഴയ നടിയുണ്ട്, ആ പെണ്ണിൻ്റെ ഒരു കണ്ണും കാര്യങ്ങളൊക്കെ ആ പെണ്ണിന് ശരിക്കും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദിശേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ചെറിയ കൊച്ചായിട്ട് അഭിനയിക്കുന്ന ആ പയ്യൻ്റെ അഭിനയം, ആ പയ്യൻ്റെ കൗണ്ടറുകൾ, ഇതെല്ലാം നമുക്ക് ചിന്തിപ്പിക്കുക, നമ്മളെ ചിരിപ്പിക്കുക, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സിനാൻ എന്ന് പറഞ്ഞ രണ്ടാമത് ഈ അവൻ വലുതായി വരുന്നൊരു രംഗം കാണിക്കുന്നുണ്ട്. അതിൽ അവൻ്റെ അഭിനയം, അവൻ്റെ കണ്ണീര്, അവൻ്റെ എക്സ്പ്രഷൻസ്, അവൻ്റെ നോട്ടം, അവൻ്റെ പാസ്റ്റിൽ അത്രയും വലിയൊരു പ്രശ്നമുണ്ട്, ഇതെല്ലാം കാണിക്കുന്ന അവൻ്റെ ആ ഫീൽ ഉണ്ടല്ലോ, ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ പക്കയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഗണപതിക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ജീൻ പോള്, പിന്നെ ഒരാളും കൂടി ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട നടനുണ്ട്, അത് ഞാൻ പറയുന്നില്ല, എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. പിന്നെ ഇതിൻ്റെ ഈ ക്യാമറ ചെയ്തേക്കുന്ന ഷൈജു ഖാലിദാണ്. അതിൻ്റെ എല്ലാവിധ ക്വാളിറ്റി മീൻസ് നമുക്ക് എടുത്ത് പറയാൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൽ ഓരോ ഫ്രെയിമും നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഫ്രെയിമുകളും, ഒരു അമ്മ മകൻ ഒരു ബന്ധം അത് കാണിക്കുന്ന രംഗങ്ങളും, പിന്നെ ഒരു കോമഡി കൗണ്ടറുകൾ വരാൻ നേരത്ത് അതിൽ വരുന്ന ആ ക്യാമറ ആംഗിളുകളും മൊമെൻറ്റുകളും അത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് വിവേക് ഹർഷനെ പോലത്തെ വലിയൊരു എഡിറ്ററാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാം ഫേമസ് ആൾക്കാരാണ്. അതിനുപരി ചിദംബരത്തിൻ്റെ സംവിധാനം, നമുക്കറിയാം ചിദംബരം ഒരു മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത്ര ഇൻഡസ്ട്രി ഹിറ്റായ ബ്ലോക്ക് ബസ്റ്ററായ ഒരു സിനിമ വലിയ താരങ്ങൾ വെച്ച് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതുപോലൊരു സിനിമ ചെയ്യാൻ നേരത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു ക്ലാസിക് ഫീൽ ഈ ഒരു സിനിമക്ക് നൽകാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ മുതൽ മുടക്കിൽ വലിയ താരങ്ങൾ വിളിക്കാതെ ഇതുപോലൊരു സിനിമ ചെയ്ത് ആളുകളുടെ കയ്യടി മേടിക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അത് ചിദംബരത്തിന് അറിയാം. എൻ്റെ സിനിമയായിട്ട് അറിയപ്പെടണം ഈ ഒരു സിനിമകൾ എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അത് ചിദംബരത്തിനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. അത് ഗണപതി ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷൈജു ഖാലിദ് ഇതിൻ്റെ ക്യാമറമാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ജീൻ പോൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവേകർഷനോ അല്ലെങ്കിൽ ഗിരീഷ് ഏടി ഒരു പോലീസുകാരനായിട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരു കൂട്ടം നല്ല കലാകാരന്മാരെ വെച്ച് ഒരു നല്ല മാസ്റ്റർ ക്ലാസ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നു. കയ്യടി കൊടുത്തേ പറ്റുള്ളൂ ചിദംബരത്തിന്. ഇതുപോലുള്ള സിനിമകളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കുറേ താരങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷേ താരങ്ങളെന്ന് പറഞ്ഞാൽ പ്യുവർ ആർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം. ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അമ്മൂമ്മയുടെ ക്യാരക്ടറാണ്. അത് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ആ ലേഡിയുടെ ക്യാരക്ടർ കണ്ടിട്ട് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഫർസാന പാലത്തിങ്കൽ നന്നായിട്ട് ചെയ്ത് വരാൻ പോകുന്ന വലിയ നടിയാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ അവർക്ക് നല്ല കഴിവുണ്ട്. അവരുടെ ഇമോഷൻസ്, അവരുടെ അഭിനയം എല്ലാം കയ്യടി കൊടുക്കണം. ജീൻ പോൾ എല്ലാവരും ഒന്നിനൊന്ന് വെച്ചം. ഫസ്റ്റ് നമ്മളെ ചിരിപ്പിക്കും, രണ്ടാമത് നമ്മളെ കുറേ ഇമോഷനിലേക്ക് കൊണ്ടുപോയി നമ്മളെ സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് നമ്മളെ പൊക്കി എവിടെയോ കൊണ്ട് ഇരുത്തുന്ന ഒരു ടൈപ്പ് സിനിമയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. മാത്രമല്ല നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണണം. കാരണം ഇതൊരു ക്ലാസിക് സിനിമയാണ്. ഈ ഒരു വർഷം ഇനി ഇതുപോലൊരു ക്ലാസിക് ഇറങ്ങുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറയണം. OTT വന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇനിയും പറയാനുണ്ട് ബാലനെ പറ്റി. ഇവിടെ നിർത്തുന്നില്ല. സിനിമ കാണുക, അഭിപ്രായം പറയാം. അതുവരെ എല്ലാവർക്കും ബൈ.